യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കുറച്ച് ടേമുകൾ പരിചയപ്പെടാൻ പോകാം. ഓക്കെ, ചില ടേമുകൾ. ആദ്യത്തെ ഒരു ടേമാണ് യൂണിറ്റ് വെക്റ്റർ. എന്താണ് യൂണിറ്റ് വെക്റ്റർ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ? വെക്റ്റർ. എന്താ യൂണിറ്റ് വെക്റ്റർ? ഇതൊരു വെക്റ്ററാണ്. ഞാൻ ഈ വെക്റ്ററിനെ 1 2 3 4 5 ഓക്കെ, ഈ വെക്റ്റർ എ വെക്റ്ററാണ്. 1 2 3 4 5. ഞാൻ ഇതിന് 5 കഷ്ണാക്കി. Divide by 5 or divide by magnitude, right? I'm dividing it by its magnitude. അതിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിക്കാൻ പോകുന്നു. കിട്ടുന്നത് എന്താ? ഇതല്ലേ കിട്ടുക? ഇങ്ങനെ 5 കഷ്ണാക്കിയാലൊരു കഷ്ണം അല്ലേ? എന്താ ഞാൻ ഇവിടെ ചെയ്ത്? ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. Isn't it? ഇപ്പം കിട്ടിയ വെക്ടറിൻ്റെ പേരാണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള പക്ഷേ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള മറ്റൊരു വെക്ടർ. യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ ഈസ് അനദർ വെക്ടർ ഹാവിങ് സെയിം ഡയറക്ഷൻ but unit magnitude of that of the given vector. Okay, unit vector is another vector. A unit vector of a vector is another vector having same direction but unit magnitude of that of the given vector. അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വെക്ടർ ഉണ്ടാക്കാൻ അതിൻ്റെ മോഡുലസിനെ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഗുണിക്കാം. ഇപ്പം നിങ്ങളിവിടെ എന്ത് ചെയ്തു? വെക്ടറിനെ മാഗ്നിറ്റ്യൂഡ് വേറെ ഡയറക്ഷൻ വേറെ ആക്കി എഴുതി അല്ലേ? ഇത് ഡയറക്ഷനെ കാണിക്കും, ഇത് മാഗ്നിറ്റ്യൂഡിനെ കാണിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ ഒരു ഉപകാരമാണ് മാഗ്നിറ്റ്യൂഡ് വേറെ ഡയറക്ഷൻ വേറെ വേറെ ആക്കി എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതെന്താപ്പത്, എന്തിനാപ്പത് എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ പറഞ്ഞുതരാം എന്താണ് ആവശ്യം, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിന് മുമ്പേ നമുക്ക് വേറൊരു ടൈപ്പ് യൂണിറ്റ് വെക്ടേഴ്സിനെ പഠിക്കാം. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഓർത്തോ നോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഇങ്ങനെയും പറയാറുണ്ട്. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഓർ ഓർത്തോ നോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്. എന്താപ്പത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഈ 3 വിരൽ പോലെ ഉണ്ടല്ലേ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ പേരാണ് ഓർത്തോ നോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പോൾ എഴുതി വെച്ചോളൂ. യൂണിറ്റ് വെക്ടേഴ്സ് ദോസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആർ നോൺ ആസ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഓർ ഓർത്തോ നോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്. അതെങ്ങനെ കിട്ടുക? കണ്ടോളെ, നമുക്ക് തന്നെ അറിയുന്നൊരു കാര്യമാണ്. ഇത് എക്സ് ആക്സിസ് നമുക്കറിയുന്നല്ലേ, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇങ്ങോട്ടേക്കുള്ളത് നെഗറ്റീവ് എക്സ് ആക്സിസ്, ഇങ്ങോട്ടേക്കുള്ളത് നെഗറ്റീവ് വൈ ആക്സിസ്. ഇനി നമ്മൾ മൂന്നാമതൊരു ആക്സിസ് ഇതിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇസഡ് ആക്സിസ്, പോസിറ്റീവ് സെഡ് ആക്സിസ്, അങ്ങോട്ടേക്ക് നെഗറ്റീവ് സെഡ് ആക്സിസ്. നിങ്ങൾ മനസ്സിലാക്കണേ, ഞാൻ എന്താ വരച്ച് ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ സൈസിലാണ് വരച്ചു. സെഡ് എന്നിലേക്ക് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. സെഡ് എന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, നൗ ലെറ്റ്സ് സീ. സെഡ് ഇങ്ങനെ എന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇനി ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് വരയ്ക്കാം. എക്സ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ വരണം, വൈ ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ വരണം,
സെഡ് ആക്സിസിലേക്ക് ഒരു യൂണിറ്റ് വെക്ടർ. ഇവരെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ. കണ്ടില്ല, ഇങ്ങനെ ഉണ്ടാവും. എക്സ് വൈ സെഡ്. ഈ എക്സ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടറിന്റെ പേരാണ് ഐ ക്യാപ്. എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറിന്റെ പേരാണ് ഐ ക്യാപ്. വൈ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിന്റെ പേരാണ് ജെ ക്യാപ്. ജെ ക്യാപ്. വൈ ക്യാപ് അല്ല, ജെ ക്യാപ്. സെഡ് ആക്സിസിന്റെ യൂണിറ്റ് വെക്ടറിന്റെ പേരാണ് കെ ക്യാപ്. അപ്പൊ ഇതൊക്കെയാണ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ പേര്. വ്യത്യസ്ത പേരുകൾ. യൂണിറ്റ് വെക്ടേഴ്സ് acting along x-axis I cap, y-axis j cap, z-axis k cap. They are orthogonal unit vectors or orthonormal unit vectors. ഇനി എന്താ ഇതിൻ്റെ ഒരു ആവശ്യം കണ്ടോളെ. ഒരാൾ പറയാണ് വെക്ടർ എ ഈക്വൽ ടു 6i cap. അങ്ങനെ പറഞ്ഞു. ഒരാൾ പറയാണ് വെക്ടർ എ ഈക്വൽ ടു 6i cap. എന്താ നിങ്ങൾ മനസ്സിലാക്കുക? അതെ, ആ വെക്ടർ എക്സ് ആക്സിസിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 6 ആണ്. ഒരാൾ പറയാണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 7j മീറ്റർ പെർ സെക്കൻഡ്. എന്താ അതിൻ്റെ അർത്ഥം? 7j മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരാളുടെ വെലോസിറ്റി 7 മീറ്റർ പെർ സെക്കൻഡ് വൈ ആക്സിസിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യം നടന്നില്ലേ? അപ്പൊ 7 ഇപ്പൊ വെക്ടറായി, 6 ഇപ്പൊ വെക്ടറായി അല്ലേ? 6 വെക്ടറായി ഐ കൊണ്ട് ഗുണിച്ചപ്പോൾ, 7 വെക്ടറായി ഐ കൊണ്ട് ഗുണിച്ചു, ജെ കൊണ്ട് ഗുണിച്ചപ്പോൾ. അപ്പൊ വെറും മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരുത്തൻ എന്തായി? വെക്ടറായി. അപ്പോ നമ്മളൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് വലിയ ആവശ്യമാണ്. അപ്പൊ വെറും മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താക്കാം? വെക്ടറാക്കാം. അതുപോലെ ഒരു വെക്ടറിലെ മാഗ്നിറ്റ്യൂഡിനെയും ഡയറക്ഷനെയും വേറെ വേറെ എഴുതാം. ദിസ് ഇസ് വൺ ഓഫ് ദി അപ്പൊ എഴുതിച്ചുള്ളൂ അപ്ലിക്കേഷൻസ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. ഒന്ന്, we can bifurcate എന്ന് വെച്ചാൽ രണ്ടാക്കുക. we can bifurcate, unite and opposite. we can bifurcate magnitude and direction of a vector. രണ്ടാമത്തെ application, by multiplying with a unit vector we can convert a magnitude to a vector. That's it. ഇതാണ് രണ്ട് അപ്ലിക്കേഷൻസ്. ഓക്കെ, വെക്ടർ ആണ് നൾ വെക്ടർ. നൾ നിൽ എന്നൊക്കെ പറയുമ്പോൾ നൾ, നോ മാഗ്നിറ്റ്യൂഡ് വെക്ടറിന്റെ പേരാണ് നൾ വെക്ടർ. 0 മാഗ്നിറ്റ്യൂഡ് വെക്ടേഴ്സ് ആർ നോൺ ആസ് നൾ വെക്ടർ. എഴുതി വെച്ചോളൂ, a vector with 0 magnitude is known as null vector. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു വെക്ടർ ഉണ്ടോ സാർ? തീർച്ചയായിട്ടും. ആക്സിലറേഷൻ ഒരു വെക്ടർ അല്ലേ? അതെ. യൂണിഫോം വെലോസിറ്റിയിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ആക്സിലറേഷൻ 0 അല്ലേ? അല്ലേ? അപ്പോ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ആക്സിലറേഷൻ ഒരു 0 വെക്ടറാണ്, നൾ വെക്ടർ. അപ്പൊ എക്സാമ്പിൾ എഴുതാം, ആക്സിലറേഷൻ ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. വേറൊരു എക്സാമ്പിൾ, ഒരു കല്ല് കുത്തനെ മേലേക്ക് എറിയും, ഏറ്റവും മേലത്തെ പോയിന്റിൽ വെലോസിറ്റി എത്രയാ? 0. വെലോസിറ്റി ഒരു വെക്ടർ അല്ലേ? സോ ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെൻ ഇറ്റ് ഈസ് വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ്സ്, അതൊരു 0 വെക്ടറാണ്. ഇനി നിങ്ങളേക്കും 0 വെക്ടറിന് ഡയറക്ഷൻ ഉണ്ടോ? എന്റെ ഉത്തരം ഇതാണ്, 0 വെക്ടർ ഹാസ് ആൻ ആംബിഗ്വസ് ഡയറക്ഷൻ. എന്താണ്? 0 വെക്ടർ ഹാസ് ആൻ ആംബിഗ്വസ് ഡയറക്ഷൻ. AMBIGOUS. എന്താ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഡയറക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എങ്ങോട്ടാന്ന് വെച്ചാൽ പറയാൻ പറ്റൂല. സത്യ വെലോസിറ്റിക്ക് ഇപ്പൊ ഏറ്റവും മേലത്തെത്തുമ്പോൾ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേലോട്ടും പറയാൻ പറ്റില്ല, താഴോട്ടും പറയാൻ പറ്റില്ല. തൊട്ട് മുമ്പേ അതിന് മേലോട്ടായിരുന്നു, ഇനി വരാൻ പോകുന്നത് താഴോട്ടാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ വെച്ചൊരു ചേഞ്ച് ഓവറാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ അതിർത്തി എവിടെയാണെന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മളെ പറമ്പിന്റെ അതിർത്തി അപ്പുറത്തെ പറമ്പത്താണോ നമ്മുടെ പറമ്പത്താണോ നമുക്കറിയില്ല. അവിടെ വെച്ചാണ് അത് ചേഞ്ച് സംഭവിക്കുന്നത്.
അതുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയാത്ത ഡയറക്ഷനുള്ള വെക്ടറാണ് ആര്? നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ. നൾ വെക്ടറിന്റെ മറ്റൊരു പേരാണ് സീറോ വെക്ടർ. നൾ വെക്ടറിന്റെ മറ്റൊരു പേരാണ് സീറോ വെക്ടർ. ഇനി മാത്തമാറ്റിക്കലി സീറോ വെക്ടറിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇഫ് വെക്ടർ എ പ്ലസ് ബി ഈക്വൽ ടു വെക്ടർ എ, then വെക്ടർ ബി ഈക്വൽ ടു നൾ വെക്ടർ. അത് നമ്മളെ സാധാരണ പൂജ്യം പോലെ തന്നെ. എന്തൊന്നിൻ്റെ കൂടി ആഡ് ചെയ്താലോ അത് തന്നെ കിട്ടുന്നത് അതാണല്ലോ പൂജ്യം. അതുപോലെ ഏതൊരു വെക്ടറിനോടൊപ്പമാണോ മറ്റൊരു വെക്ടർ ആഡ് ചെയ്താൽ അതേ വെക്ടർ തന്നെ കിട്ടുന്നത്, ആ വെക്ടറാണ് സീറോ വെക്ടർ. ജസ്റ്റ് ലൈക്ക് സാധാരണ സീറോ ഇൻ മാത്തമാറ്റിക്സ്. സെയിം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദി നൾ വെക്ടർ ഈസ്. അപ്പം നമ്മൾ രണ്ട് ടേമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ യൂണിറ്റ് വെക്ടർ, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്, സീറോ വെക്ടർ ഓർ. അടുത്തത് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ഇതാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. കൂട്ടിക്കെട്ടി ഒന്നാക്കാൻ പറ്റുമെങ്കിൽ മുറിച്ചു മാറ്റി രണ്ടാക്കാനും പറ്റൂലേ? എന്താ പറഞ്ഞ്? കൂട്ടിക്കെട്ടി ഒന്നാക്കാൻ പറ്റുമെങ്കിൽ മുറിച്ചു മാറ്റി രണ്ടാക്കാൻ പറ്റൂലേ? ഇതാ എയും ബിയും കൂടെ കൂട്ടിയാൽ സി കിട്ടും എന്ന് നമ്മൾ പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ സീനെ മുറിച്ചാൽ എയും ബിയും ആയിരിക്കൂലേ? isn't it? ശരി, ഇനി സീനെ എനിക്ക് എയും ബിയും ആയിട്ട് മാത്രമേ മുറിക്കാൻ പറ്റൂ. ഞാൻ വേറെ രീതിയിൽ മുറിച്ച് കാണിച്ചു തരട്ടെ. സീനെ വേണമെങ്കിൽ ഇതാ ഈ രണ്ട് കഷ്ണാക്കി മുറിച്ചൂടെ? ഇതും ഇതും കൂടെ കൂട്ടിയാലും സി തന്നെയല്ലേ? ആണോ അല്ലയോ? റെഡി അല്ലേ? ഇതാ ഈ രണ്ട് വെക്ടർ, ഈ വെക്ടറും ഈ വെക്ടറും കൂടെ ആഡ് ചെയ്താലും സി തന്നെയല്ലേ? ഇതാ ഇൻ ഓർഡർ, ദ തേർഡ് സൈഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ആണോ അല്ലയോ? ശരി, ഇനി രണ്ടായിട്ടേ മുറിക്കാൻ പറ്റുള്ളൂ. മൂന്നാക്കി മുറിച്ചൂടെ? 1 2 3. കറക്റ്റ് അല്ലേ? പോളിഗോണൽ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം ഓർഡറിലിരിക്കുന്ന 3 സൈഡുകളുടെ വെക്ടർ സൈഡാണ് നാലാമത്തെ ആൾ. അങ്ങനെ മുറിച്ചൂടെ? 3 ആയിട്ടേ മുറിച്ചോളൂ, 4 ആക്കി മുറിച്ചോളൂ, 5 ആക്കി മുറിച്ചൂടെ? നോക്കി നോക്കി, ഈ വെക്ടറുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ സി തന്നെയല്ലേ? നോക്കി നോക്കള്, ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് സമയത് ലാസ്റ്റ് സൈഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്ത്? സി എന്ന വെക്ടറിനെ പല പല കഷ്ണങ്ങളാക്കി മുറിച്ചു. ആ പ്രോസസ്സിന്റെ പേരാണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഓർ റിസോൾവിങ് എ വെക്ടർ. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോളൂ: ദ പ്രോസസ് ഓഫ് splitting a vector into its parts is known as resolution of a vector. The splitted parts are known as components. എന്താണ്? components. പൊട്ടിച്ചു കിട്ടിയ കഷ്ണങ്ങളുടെ പേരാണ് components. The splitted parts are known as components. അപ്പോൾ സി നിങ്ങൾ ഇത്ര കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ആ കഷ്ണങ്ങളൊക്കെ കമ്പോണൻസ് ആണ്. ഇനി ഇപ്പൊ എന്താ കണ്ട്? ഒരു വെക്ടറിനെ എത്ര കഷ്ണങ്ങളാക്കി മുറിക്കാം? എത്ര കഷ്ണങ്ങളാക്കി മുറിക്കാം. അപ്പൊ ഇതുകൊള്ളൂ: എ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ഇൻഫൈനൈറ്റ് പീസസ് ഓർ ഇൻഫൈനൈറ്റ് കമ്പോണൻസ്. അതാണല്ലേ, എ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ഇൻഫൈനൈറ്റ് കമ്പോണൻസ്. അടുത്തത് എത്ര രീതിയിൽ പൊട്ടിക്കാം? ഓക്കെ, 5 കഷ്ണമായി 6 കഷ്ണമായി ഇങ്ങനെ മാത്രമേ പൊട്ടിക്കാൻ പറ്റൂ? അല്ല, എങ്ങനെ വെച്ചാൽ പൊട്ടിക്കാം, ഏത് ഡയറക്ഷനിൽ പൊട്ടിക്കാം. സോ എ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ഇൻഫൈനൈറ്റ് വേസ്. എ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ഇൻഫൈനൈറ്റ് വേസ്. ഇനി അടുത്തൊരു കാര്യം കേട്ടോളെ. അടുത്തൊരു സംഭവം അടിപൊളി പരിപാടിയാണ്. അടുത്ത പരിപാടി എങ്ങനെയാ വെച്ചാൽ, നിങ്ങളോട് പറയാണ് ഒരു വെക്ടറിനെ റെക്ടാങ്കുലാർ റെസൊല്യൂഷൻ എന്നാ പറയുക. സൈഡ് ഹെഡിങ് റെക്ടാങ്കുലാർ റെസൊല്യൂഷൻ.
റെക്റ്റാങ്കുലാർ റെസൊല്യൂഷൻ. ഇതാ ശ്രദ്ധിച്ചു കേൾക്കണേ മക്കളെ, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കട്ടാ, നമ്മൾ നല്ല നല്ല വലിയ വലിയ കാര്യങ്ങളിലേക്ക് കിടക്കുക. മിടുക്കന്മാരായിട്ട് കേൾക്കുക, നല്ല രസമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. സംശയം എന്തുണ്ടെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ചോദിക്കുക. റെക്റ്റാങ്കുലാർ റെസൊല്യൂഷൻ അതെന്താ സംഭവിച്ചാൽ നമ്മളോട് പറയാണ് ഒരു വെക്ടർ സീനെ നിങ്ങൾ പൊട്ടിച്ചോളൂ. ഓക്കെ, വെക്ടർ സീനെ പൊട്ടിക്കാൻ പറയണം. പക്ഷെ ഒറ്റ കണ്ടീഷനെ പറയുള്ളൂ. എന്താ അറിയോ? പൊട്ടിച്ച് കിട്ടിയ കഷ്ണങ്ങൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, ഇത് എ, ഇത് ബി. ഇവിടെയാവാം അല്ലെങ്കിൽ അവിടെയാവാം, അല്ലേ? എവിടെയാവാം, രണ്ടായാലും കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയും പറയാം, അങ്ങനെയും പറയാം, എങ്ങനെയാ വെച്ചാൽ പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെ പൊട്ടിക്കുന്നു? ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, കാണുമ്പോൾ ഒരു എളുപ്പത്തിന്. അപ്പോൾ എന്താ അത്? എങ്ങനെ പൊട്ടിക്കുന്നു? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കഷ്ണങ്ങളായി പൊട്ടിക്കുന്നു. സോ റിസോൾവിങ് വെക്ടർ ഇൻ ടു പെർപെൻഡിക്കുലർ കമ്പോണൻസ്, അതിൻ്റെ പേരാണെന്ത്? റെക്റ്റാങ്കുലാർ റെസൊല്യൂഷൻ. അപ്പോൾ ഇത് വെച്ചോളൂ, rectangular resolution is the splitting of a vector into its perpendicular components. അടുത്തതിലേക്ക് rectangular resolution of a position vector. Note it down. Rectangular resolution of a position vector. Rectangular resolution of a position vector. എന്താ പൊസിഷൻ വെക്ടർ? എഴുതി വെച്ചോളൂ. പൊസിഷൻ വെക്ടർ, the vector drawn from the origin to the point is known as position vector to that point. ഓക്കെ, എന്താ സംഭവം? ഇപ്പോൾ നമുക്കറിയാം ഒരു കോർഡിനേറ്റ് സിസ്റ്റം, എക്സ് കോർഡിനേറ്റും എക്സ് ആക്സസും ഉണ്ട്, വൈ ആക്സസും ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലേ? ആ പോയിന്റിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു എക്സ് കോർഡിനേറ്റും ഉണ്ടാവും, ഒരു വൈ കോർഡിനേറ്റും ഉണ്ടാവും. സംശയമില്ലല്ലോ? ഇതല്ലേ ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിൻ്റെ പേരാണ് പൊസിഷൻ വെക്ടർ ആർ. ഇത്രയേ ഉള്ളൂ സംഭവം, പൊസിഷൻ വെക്ടർ ആർ. ഇതിന് നമുക്ക് എന്താക്കി മുറിക്കണം? രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കണം, മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ അതാരായിരിക്കും? ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്, എന്ന് വെച്ചാൽ ഒന്ന് എക്സും ഒന്ന് വൈയും ആയിരിക്കും, അല്ലേ? കഷ്ണം, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ചിത്രം വരയ്ക്കുക. പി ഈസ് ദ പോയിന്റ്. ഇത് ചിത്രം വരയ്ക്കുക, എൻ്റെ ചോട്ടിൽ ചെയ്താൽ പി ഈക്വൽ ടു ദ പോയിന്റ്. ഇനി വെക്ടർ ആർ ഈക്വൽ ടു പി ഈക്വൽ ടു പോയിന്റ്, vector r equal to position vector, theta equal to angle between position vector and x-axis. അങ്ങനെ തന്നെ എഴുതണേ, theta equal to angle between position vector and x-axis. അപ്പോൾ ഈ നീളം എത്രയാ? ഈ നീളം എത്രയാ? അടിപൊളി സംഭവം കേട്ടോ. ഈ നീളം എത്രയാ? ശ്രദ്ധിച്ചോളേ. ഈ നീളം എത്രയാ? യെസ്, എക്സ്. അപ്പോൾ ഈ വെക്ടർ എത്രയാ? എക്സ് ഐ ക്യാപ്. കാര്യം എക്സ് മാഗ്നിറ്റ്യൂഡുള്ള എക്സ് ആക്സിസിലേക്കുള്ള വെക്ടർ. എന്നാ പറഞ്ഞ ഈ വെക്ടർ എത്ര? ഈ വെക്ടർ മുറിച്ച് കിട്ടിയ ഈ വെക്ടർ ആരായിരിക്കും? ഇവ നമ്മൾ ഇങ്ങനെ രണ്ട് കഷ്ണമാക്കാൻ പോവാ. പറയും എന്താണ്? യെസ്, വൈ ജെ ക്യാപ്. വൈ മാഗ്നിറ്റ്യൂഡുള്ള വൈ ഡയറക്ഷനിലുള്ള വെക്ടർ. ഓക്കെ, അപ്പോൾ എക്സ് ഐ ക്യാപ്പും വൈ ജെ ക്യാപ്പും. ഇനി നമുക്ക് ആലോചിച്ചറിയാവുന്നുള്ളൂ, ഇതാണ് രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഇതാണ് കോമൺ ഡയഗണലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ. സോ യു ക്യാൻ സേ വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വാട്ട്? വൈ ജെ. അപ്പം നമ്മൾ എന്താ പറയുക? എക്സ് ഐ ആൻഡ് വൈ ജെ ആർ റെക്ടാങ്കുലാർ കമ്പോണൻസ്. Are rectangular components. xi capum yj capum rectangular components ആണ്. ഓക്കെ, ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ടേക്ക് കോസ് തീറ്റ. വാട്ട് ഈസ് കോസ് തീറ്റ?
കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. ദിസ് ഈസ് എക്സ് ബൈ ആർ. സോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. Now what is sin theta? Sin theta is at opposite side, it is y. It is y by r. So y is equal to r sin theta. Isn't it? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വെക്ടർ r ഈക്വൽ ടു xi പ്ലസ് yj ക്ക് പകരം വെക്ടർ r ഈക്വൽ ടു r cos theta i cap പ്ലസ് r sin theta j cap. ഇപ്പോൾ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആക്കി എഴുതി. അപ്പോൾ ഈ കമ്പോണൻ്റ് വിളിക്കുക ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്നും ഇതിനെ നമ്മൾ വിളിക്കുക വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്നുമാണ്. യു ഗോട്ട് ഇറ്റ്? മക്കൾക്ക് മനസ്സിലാവുണ്ടോ പറയണേ? എന്ന് വെച്ചാൽ നമ്മൾ ആർ എന്ന വെക്ടറിനെ രണ്ട് കമ്പോണൻ്റ് ആക്കി. ഇങ്ങോട്ടേക്ക് ഇത് തീറ്റ ആവുമ്പോൾ ഇത് ആർ കോസ് തീറ്റ, ഇത് തീറ്റ ആവുമ്പോൾ ഇങ്ങോട്ടേക്കുള്ളത് ആർ സൈൻ തീറ്റ. അങ്ങനെ രണ്ട് കമ്പോണൻ്റ് ആക്കി. വേറൊരു പ്രാവശ്യം നമുക്ക് സോ സിമ്പിൾ. എക്സാമ്പിൾ 2. ഇനിയിപ്പോൾ എന്തും ചെയ്യാം. ഇപ്പോൾ നമുക്ക് മറ്റൊരു വെക്ടർ തന്നിരിക്കണം എന്ന് വിചാരിക്കുക. വെക്ടർ എഫ്. ഇങ്ങനെ രണ്ട് കമ്പോണൻ്റ് ആക്കണം. ഈ ആംഗിൾ തീറ്റയാണ്. ഇങ്ങോട്ട് എന്താ കിട്ടുക? ആ തന്നെ ഇങ്ങോട്ട് കിട്ടുക എഫ് കോസ് തീറ്റ, ഇങ്ങോട്ട് കിട്ടുക പറയും എഫ് സൈൻ തീറ്റ. മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ എഫ് കോസ് തീറ്റ ഐ ക്യാപ്, ഇത് എഫ് സൈൻ തീറ്റ ജെ ക്യാപ് എന്ന് പറയാം. അപ്പോൾ ഏത് വെക്ടറിനെയും നമുക്കിപ്പോൾ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ്. നേരത്തെ നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്തൊരു വെക്ടറാക്കി. ഇപ്പം നമ്മൾ ഒരു വെക്ടറിനെ പൊട്ടിച്ച് രണ്ട് വെക്ടറാക്കി. ഇപ്പോൾ തൽക്കാലം രണ്ട് വെക്ടറാക്കി. എത്ര വെക്ടറായിട്ടും പൊട്ടിക്കാമെന്ന് ഞാൻ കണ്ടു. വെക്ടർ ക്യാൻ ബി റിസോൾവ് ഇൻ ടു എനി നമ്പർ ഓഫ് പീസസ് ഇൻ എനി വേസ്.